എല്ലാ മാന്യപ്രേക്ഷകർക്കും വരവരുന്ന വഴി എന്ന ഈ കാർട്ടൂൺ പങ്ക്തിയിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം. ഇപ്പോൾ പത്രമാധ്യമങ്ങളിൽ എസ്.എഫ്.ഐ എന്ന ക്രിമിനൽ സംഘത്തിൻ്റെ തേർവാഴ്ചയെക്കുറിച്ചുള്ള ചർച്ചകളാണ് നിർബാധം നടക്കുന്നത്. പത്രങ്ങളാണെങ്കിലും ചാനലുകളാണെങ്കിലും നമ്മൾ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ഈ എസ്.എഫ്.ഐയുടെ തേർവാഴ്ചയാണ് മൊത്തം കാണുന്നത്. പ്രിൻസിപ്പാൾമാരുടെ മറ്റേ കരണക്കുറ്റിക്കിട്ട് അടിച്ച് പല്ല് കൊഴിക്കുക, അവരുടെ കാല് വെട്ടും, കൈ വെട്ടുമെന്നൊക്കെ പറയുക. ഈ മറ്റേ കാര്യവട്ടം ക്യാമ്പസിലൊക്കെ കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ ചവിട്ടിക്കൂട്ടി ഇടിമുറിയിലിട്ട് പീഡിപ്പിക്കുക. നമുക്ക് സിദ്ധാർത്ഥൻ്റെ കഥ മറക്കാറായിട്ടില്ല. സിദ്ധാർത്ഥൻ എന്ന് പറഞ്ഞ ഒരു പാവം കുട്ടിയെ ഇവർ പീഡിപ്പിച്ച് കൊന്നതിട്ട് അധികം നാളായിട്ടില്ല. അതിന് പിന്നാലെയാണ് ഈ ഇലക്ഷൻ പരാജയം ഇങ്ങനെ അമ്പയെ പരാജയപ്പെട്ടിട്ടും ഒരു കാരണങ്ങളിങ്ങനെ ചകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തോൽവിയുടെ കാരണങ്ങളിങ്ങനെ ചകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഈ സൈദ്ധാന്തികവും പ്രത്യയശാസ്ത്രപരവുമായ ഒരുപാട് കാരണങ്ങൾ ഇവർ കണ്ടുപിടിച്ചു കഴിഞ്ഞു. പക്ഷേ ഈ നമ്മുടെ അവരുടെ മൂക്കിന് താഴെയുള്ള കാരണങ്ങൾ ഇവർ കാണുന്നില്ല എന്നുള്ളതാണ് പ്രധാന കാര്യം. ഇവർ യഥാർത്ഥ കാര്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ചിട്ട് മറ്റു കാരണങ്ങളാണ് ഇവർ പറഞ്ഞുണ്ടാക്കുന്നത്. ഇത് മറ്റേ സാങ്കേതിക ഇപ്പോൾ മറ്റേ സിനിമയ്ക്കകത്ത് പറഞ്ഞ കണക്ക് തോറ്റത് എങ്ങനെയാണെന്ന് ലളിതമായിട്ട് പറയാൻ ഇവർക്ക് പറ്റുന്നില്ല. ഇവർ ഭയങ്കര തത്വശാസ്ത്രമൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഈ മറ്റേ കുരങ്ങന്മാരുടെ തേർവാഴ്ച ഒരു സൈഡിൽ കൂടി ഇങ്ങനെ നടക്കുന്നുണ്ട്. അത് ഒരെണ്ണമല്ല, ഒറ്റപ്പെട്ട സംഭവമല്ല ഇത് തുടർച്ചയായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഇന്നത്തെ പത്രത്തിലും ഇതിനെക്കുറിച്ചുള്ള വാർത്തകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വാർത്തകൾ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഇതിനെ പറ്റിയിട്ട് വരയ്ക്കാതിരിക്കാൻ പറ്റുമോ? ഈ കൊയിലാണ്ടിയിലെ പ്രിൻസിപ്പലിനെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. അവർ ഭരിക്കുമ്പോൾ പിന്നെ അവരുടെ കുട്ടികൾക്കെതിരെ അവർ കേസെടുക്കുമോ? അവർ കേസെടുക്കത്തില്ല. അവർ ഈ അധ്യാപകനെതിരായിട്ടാണ് കേസെടുത്തിരിക്കുന്നത്. വളരെ ശക്തമായ പരാതി അധ്യാപകൻ കൊടുത്തിട്ടും ഈ പ്രിൻസിപ്പലിൻ്റെ പരാതിയിന്മേൽ പോലീസ് നടപടിയില്ല. എൻ്റെ കാല് വെട്ടുന്നെങ്കിൽ വെട്ടട്ടെ, എന്നാലും ഞാൻ കോളേജിൽ പോകുമെന്നാണ് ഈ പ്രിൻസിപ്പൾ പറയുന്നത്. ഈ അവസ്ഥയിൽ നമ്മൾ ഇവരെ പറ്റിയാണ് ഒരു കാർട്ടൂൺ വരയ്ക്കുന്നത്. അതായത് പണ്ട് കഥയിൽ പറഞ്ഞിരിക്കുന്ന കണക്ക് ഈ കുടത്തിൽ നിന്ന് പുറത്ത് വന്ന ഭൂതമാണ് ഈ എസ്.എഫ്.ഐ എന്ന് പറയുന്നത്. ഇതിനെ കൂട്ടിലടയ്ക്കാൻ ഇനി ഇവർക്ക് പറ്റത്തില്ല. ഇവരെന്ത് ചെയ്താലും പറ്റത്തില്ല. ഇവർ CPIക്കാരെന്തെങ്കിലും പറഞ്ഞാലും, ഇനിയിപ്പം M.V. ഗോവിന്ദൻ തന്നെ പറഞ്ഞാലും, പിണറായി തന്നെ പറഞ്ഞാലും ഇവന്മാർ കേൾക്കത്തില്ല. ഇവന്മാർ അത്രയ്ക്ക് ഭീകരന്മാരാണ്. അവരെ തുറന്ന് വിട്ടത് ഇവരാണ്. ഈ തുറന്ന് വിട്ട് കഴിഞ്ഞ് കിടന്ന് കൈയും കാലോട്ട് അടിച്ചിട്ട് കാര്യമുള്ളൂ. ഇവർക്ക് ഇപ്പോഴും കൈയും കാലോട്ട് അടിക്കുന്നൊന്നുമില്ല. അവരിപ്പോഴും ന്യായീകരിക്കുകയാണ് ഈ കുരങ്ങന്മാരെ. അപ്പോൾ ഈ സംഭവങ്ങൾ കാണുമ്പോഴത്തേക്കുള്ള ഒരു റിയാക്ഷനാണ് ഇന്നത്തെ കാർട്ടൂണിനകത്ത് ഈ വരവരുന്ന വഴിയെന്ന ഈ പങ്ക്തിയിലേക്ക് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഈ പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കാർട്ടൂണിൻ്റെ റഫ് ഇതാണ്. കുടത്തിൽ നിന്ന് തുറന്നുവിട്ട ഭൂതത്തെ കൂട്ടിലടയ്ക്കാനായിട്ട് M.V. ഗോവിന്ദൻ ആജ്ഞാപിക്കുകയാണ് കുടത്തിനകത്ത് കയറാൻ. പക്ഷേ ഈ ഭൂതമുണ്ടോ കയറുന്നു? നമുക്കിനി ഇതിൻ്റെ ഇങ്കിങ്ങിലോട്ട് കിടക്കാം. ഈ കഴിഞ്ഞ ദിവസം ഈ കുട്ടിക്കുരങ്ങന്മാരുടെ ഈ തോന്നിവാസിനെ എതിർത്ത് ഒരു നിയന്ത്രിക്കണമെന്നും പറഞ്ഞ് രംഗത്ത് വന്ന മൂത്ത കുരങ്ങൻ AK ബാലൻ ഇന്നലെ കഴിഞ്ഞ ദിവസം പിന്നെയും പ്ലേറ്റ് മാറ്റി. ഒന്നും ചെയ്യണ്ട, അവരൊരു മാതൃകാ സംഘടനയാണ്, അവർ എസ്.എഫ്.ഐ ഏതാണ്ട് വിദ്യാഭ്യാസ രംഗത്ത് ഏതാണ്ട് ഒരുപാട് ഉയർന്ന സംഭാവനകളൊക്കെ കൊടുത്തിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താണെന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് അവരെ അങ്ങനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാനായിട്ട് ഞങ്ങൾ അനുവദിക്കത്തില്ല. ഞങ്ങൾ അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുമെന്നാണ് AK ബാലൻ പറഞ്ഞത്. അതേപോലെ തന്നെയാണ് M.V. രാഘവനും പറഞ്ഞത്. നാനാവശത്തുനിന്നും ഒരുപാട് വിമർശനങ്ങൾ വരുമ്പോൾ അത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം അത് പ്ലേറ്റ് മാറ്റും. അവർ ഇനി ഈ എസ്.എഫ്.ഐയിലെ കുട്ടിക്കുരങ്ങന്മാർ വന്ന് വരട്ടുന്നതാണോ എന്ന് നമുക്കറിയത്തില്ല. അത് അവർ ചെയ്യുന്നതിന് കുഴപ്പമില്ല. അവർ അങ്ങനെ മോശപ്പെട്ട പ്രവൃത്തികളൊന്നും അവർ ചെയ്യുന്നില്ല. അവർ അർഹതപ്പെട്ട കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. ഈ പ്രിൻസിപ്പാളിൻ്റെ കാലൊക്കെ വെട്ടുക എന്ന് പറഞ്ഞാൽ ഒരു മാതൃകാ വിദ്യാർത്ഥിയുടെ ലക്ഷണങ്ങളാണ്. അതുകൊണ്ട് അവരെ ഒന്നും ചെയ്യണ്ടെന്നാണ് M.V. ഗോവിന്ദനൊക്കെ പറയുന്നത്. അല്ല, ഇവർ ഈ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് പുതിയ
പരിപാടികളുണ്ടെന്ന് 4 വർഷ ഡിഗ്രി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കൊട്ടിഘോഷിക്കുന്നവർ പുതിയ പരിപാടികളൂടെ കൊണ്ടുവരട്ടെ. പ്രിൻസിപ്പളിനെയും മറ്റ് ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെയും ഈ ചോദ്യം ചെയ്യുന്ന തസ്തികകളിലുള്ള മാനേജ്മെൻറ്റിൻ്റെ ആൾക്കാരെയൊക്കെ കോളേജിൽ നിന്നൊക്കെ അങ്ങ് പറഞ്ഞു വിടട്ടെ. എന്നിട്ട് കോളേജിൻ്റെ കംപ്ലീറ്റ് ഉത്തരവാദിത്വം ഈ കുട്ടിക്കുരന്മാർക്ക് വീതിച്ച് കൊടുക്കട്ടെ. എന്നിട്ട് ഇവർ നന്നായിട്ട് വിദ്യാഭ്യാസ രംഗം പഠിച്ചിട്ട് ഒരുപാട് വിദേശ വിദ്യാർത്ഥികളൊക്കെ കേരളത്തിൽ പഠിക്കാനായിട്ട് വരുന്നെന്നാണ് പറയുന്നത്. അപ്പം പുതിയ വിദ്യാഭ്യാസ നയത്തിൽ കോളേജ് കൺട്രോൾ ചെയ്യുന്നത് SFIക്കാരാകട്ടെ. അങ്ങനെ വിദ്യാഭ്യാസ ചട്ടങ്ങളൊക്കെ മാറ്റട്ടെ ഇവർ. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി തലയിൽ വീടും ചുമക്കുന്ന ഒരു മന്ത്രി നമുക്കുണ്ട്. പക്ഷേ ഈ സംഭവങ്ങളൊന്നും നടന്നിട്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഒന്നും മൊഴിഞ്ഞു കണ്ടില്ല നമ്മൾ. ഇവരൊക്കെ എന്തിനാണാവോ ഇങ്ങനെ ഇരിക്കുന്നത്? ഇവർക്ക് എതിരായിട്ടൊന്നും മൊഴിയത്തില്ല. ഇനി അഥവാ മൊഴിഞ്ഞാലും ഇവർക്ക് എതിരായിട്ടൊന്നും മൊഴിയത്തില്ല. അത്രയ്ക്ക് ശക്തമാണ് ഈ കുട്ടിക്കുരങ്ങന്മാരുടെ ശക്തി. അതുകൊണ്ട് ഇവരൊന്നും പറയത്തില്ല. എന്നാലും അവരുടെ ഒരു അഭിപ്രായം പോലും ഇതുവരെ കേട്ടില്ല. ആദ്യം ഗവർണർക്കെതിരെ ഗോഗോ വിളിപ്പിച്ച് ഗവർണറെ വഴി തടഞ്ഞ് അതിൻ്റെ പേരിൽ കുറേ വസ്തുവകളൊക്കെ നശിപ്പിച്ച് അക്രമങ്ങളെല്ലാം കാട്ടിക്കൂട്ടി. ഇപ്പോൾ പ്രിൻസിപ്പൽമാർക്കെതിരെയാണ് ചൂടുന്നത്. പ്രിൻസിപ്പൽമാർക്കെതിരെ മാത്രമല്ല, ഇപ്പോൾ കാര്യവട്ടം ക്യാമ്പസിൽ പ്രിൻസിപ്പാളിനെതിരെ ആണല്ലോ. ഇപ്പോൾ ഇവരെ പേടിയുള്ളത് കൊണ്ട് ഈ അധികൃതരും പ്രിൻസിപ്പാളന്മാരൊക്കെ വായിക്ക് കഴിയുമ്പോഴത്തേ ഇങ്ങനെ നിൽക്കുകയാണ് ഇവരുടെ ആജ്ഞാനുവർത്തിയായിട്ട്. അങ്ങനെയുള്ളവർക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാത്തവരുടെ ഇവർ പറഞ്ഞ കണക്ക് 2 കാലിൽ നടക്കാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ടായിരിക്കും ബാക്കിയുള്ള പ്രിൻസിപ്പൽമാരെ തൊടാഞ്ഞ്. ഇവിടെ ഒരു കൂടെ പഠിക്കുന്ന ഒരു കുട്ടിയെയാണ് കാര്യവട്ടത്ത് ഇപ്പം മൃഗീയമായിട്ട് മർദ്ദിച്ചത്. കാർട്ടൂണിൻ്റെ ഫൈനലായിട്ടുണ്ട്. കുടത്തിലേക്ക് ആവാഹിച്ച് കയറ്റാനായിട്ട് നമ്മുടെ എം വി രാഘവൻ പറയുകയാണ് ഭൂതത്തിനോട്, കയറു കുടത്തിലേക്കെന്ന്.